ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഒലിവിങ്കായ എങ്ങനെയാണ് ഉപ്പിലിടുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് കഴിക്കാൻ പാകത്തിന് ആക്കിയെടുക്കുന്നത് എന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് ചതച്ചതിന് ശേഷം ചുറ്റിക കൊണ്ട് ചതച്ചതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന ഒലിവിങ്കായയാണ് കേട്ടോ. ഇതിന് ഭയങ്കര കയ്പ്പാണ്. കയ്പ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ചുറ്റിക കൊണ്ട് ചതച്ച് 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം വെള്ളത്തിലിട്ട്. അതിനുശേഷം നമ്മളിതുപോലെ എല്ലാ ദിവസവും വെള്ളം മാറ്റി കൊടുക്കുന്നതാണ്. കറുത്ത് കാണുന്നത് വെള്ളത്തിൽ കറുത്ത് കാണുന്ന അഴുക്കൊന്നുമല്ല, ഒലിവ് ഓയിലാണ്. ദിവസവും വെള്ളം മാറ്റി 3-ാം ദിവസമായപ്പോൾ നമ്മളിത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുകയാണ്, കോരിയെടുക്കുകയാണ് വെള്ളത്തിൽ നിന്ന്. അപ്പോൾ അതിനുള്ള സ്പൈസസ് ഒക്കെയാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. വീഡിയോയിൽ നിങ്ങൾക്ക് തുടർന്ന് കാണാം. അപ്പോൾ അതിനുള്ള ബോട്ടിലുമായിട്ട് നമ്മുടെ മുതലാളി വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തിരിക്കുന്ന നാരങ്ങ നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ട് നന്നായി തേച്ചരച്ച് കഴുകിയെടുത്തതിന് ശേഷമാണ് ഇതുപോലെ നന്നായി തിളങ്ങുന്ന വിധത്തിലാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ നാരങ്ങ മുറിച്ച് റെഡിയാക്കി വെക്കാനുണ്ട്. 2 അറ്റവും കട്ട് ചെയ്തതിന് ശേഷം, കാരണം അറ്റം കുറച്ച് കയ്പുള്ളതായിരിക്കുമല്ലോ. അപ്പം ഇതിലേക്ക് മുറിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാരങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. കണ്ടോ, ഒലീവ് 3 ദിവസം വെള്ളത്തിൽ കിടന്ന ഒലീവ്സ് കാണാൻ നല്ല ഭംഗിയായി ഷൈനി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ നീല കşണ്ണ’ള്ള മുതലാളി ഇതാണ്. ഹായ് ഹസീബ്. അപ്പോൾ പുള്ളി ചോദിച്ചത് ഇതാണ്, എൻ്റെ കണ്ണ് കിട്ടിയിട്ടുണ്ടോ ക്യാമറയിൽ നിന്നാണ്. പുള്ളിക്കാരൻ്റെ കണ്ണ് നീല കണ്ണാണ്. ഇനി ഇതിലേക്ക് വേണ്ട പച്ചമുളക് നമ്മൾ അരിഞ്ഞിടുന്നുണ്ട്. എരിവ് കുറഞ്ഞ പച്ചമുളകാണിത്, നിങ്ങൾക്കറിയാലോ. ഇത് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എരിവും പുളിയും ഈ സ്പൈസസിൻ്റെ എല്ലാ ടേസ്റ്റും കൂടെ വന്നു കഴിയുമ്പം. അതുപോലെ ഇത് ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. ഏലക്ക പൊടിച്ചത് 2 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ടീസ്പൂണോളം. അടുത്തതായിട്ട് നമ്മളിവിടെ ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ്. ഇതുപോലെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിനുശേഷം ലെമൺ സാൾട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെമൺ സാൾട്ട് 2 സ്പൂണോളം, വലിയ 2 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര 1 സ്പൂണാണ് ഇട്ടത്. ഇത് നമ്മുടെ ബേസിൽ സീഡാണ് കേട്ടോ. ബേസിൽ സീഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ടിന്നുകളെല്ലാം നിറയ്ക്കാനുള്ള ടിന്നുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ട് വെച്ചു. ഇതിലേക്ക് കറുവപ്പട്ട ഇട്ട് കൊടുത്തു. കറുവപ്പട്ട ഇങ്ങനെതാ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ സർവ്വസുഗന്ധീൻ്റെ ഇലയാണ്, കണ്ടില്ലേ, ഇവിടെ വറാഗാർ എന്ന് പറയും അതിന്. അപ്പോൾ അതെല്ലാം ഓരോ ടിന്നിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിലും കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിയിലാണ് കേട്ടോ ഇതിട്ട് കൊടുക്കുന്നത്. ഈ ഒരു സംഭവത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. കണ്ടാൽ കുരുമുളകിനേക്കാളും കുറച്ചും കൂടെ വലുപ്പമുണ്ട്, അതുപോലൊക്കെ തന്നെയുണ്ട്. ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ഏലക്ക വെച്ചിട്ട് ഓരോ ടിന്നിലും ഇട്ട് കൊടുക്കും. ഇനി ഗാർലിക്കാണ്. ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഗാർലിക്ക് ഇടാവുന്നതാണ്, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാ ടിന്നിലും കുറച്ച് ഗാർലിക്ക് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കുന്നുണ്ട്. ആഹാ, എന്ത് രസമാണെന്ന് നോക്കി, നല്ല കളറല്ലേ. എല്ലാം കൂടെ ഇതായി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. അടുത്ത നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേസിൽ സീഡിൻ്റെ തണ്ടാണ്. ബേസിൽ സീഡിൻ്റെ തണ്ടോടുകൂടിയ കാണാൻ നമ്മുടെ തുളസി കതിരൊക്കെ പോലെ തന്നെ ഇരിക്കും. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പുവെള്ളം കലക്കുകയാണ്. ഉപ്പിട്ടിട്ട് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് അത് കലക്കിയെടുക്കുക. ഞാനൊരു വേറെ മാർഗ്ഗം കണ്ടിട്ടുള്ളത്, ഈ ഉപ്പുവെള്ളത്തിൽ ഒരു മുട്ട ഇടും, കോഴിമുട്ട ഇട്ടിട്ട് ഈ ഉപ്പിട്ടിട്ട് കറക്റ്റ് ഉപ്പ് പാകമായി വരുമ്പോൾ മുട്ട പൊന്തി വരും. എന്നിട്ട് മുട്ട എടുത്ത് മാറ്റിയതിന് ശേഷം ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ഇത് ഗ്രീൻ ഒലീവ്സ് ആണ്. ബ്ലാക്ക് ഒലീവ്സിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്, അതും കാണാം. അപ്പോൾ ഇതിന് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. നന്നായിട്ട് നമ്മൾ നേരത്തെ ചേർത്ത ഏലക്കേൻ്റെ പൊടിയും ഉപ്പും ഷുഗറും ലെമൺ സോൾട്ടും നാരങ്ങയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്തത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കുപ്പികളിൽ ഇട്ട് കൊടുക്കും.
ഓരോ കുപ്പികളിലായിട്ട് ഇട്ട് കൊടുത്ത് കുപ്പി നിറച്ചെടുക്കും. നിറച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് കലക്കിയ വെള്ളം ഇട്ട് കൊടുക്കുക. സ്പൈസസ് ഇഷ്ടമുള്ളവർക്കാണ് ഇങ്ങനെ ഒക്കെ ഉപ്പിലിടേണ്ട ആവശ്യമുള്ളൂ. സ്പൈസസ് ഇഷ്ടമില്ലാതെ കഴിക്കേണ്ടവർക്ക് വെറും സാധാരണ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇത് ഉപ്പിലിടാറുണ്ട്. ഒലിവുങ്കായ്ക്ക് കാഞ്ഞിരത്തിൻ്റെ കയ്പ്പാണ്. ഞാനിവിടെ വന്ന സമയത്ത് മുന്തിരിപ്പഴം പോലെയൊക്കെ കണ്ടിട്ട് ഞാനൊന്നും അറിയാതെ എടുത്ത് കടിച്ചു പോയി നോക്കി. ഒലിവെന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കഴിച്ചിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ചുറ്റികയ്ക്ക് ചതച്ച്, അല്ലെങ്കിൽ ഇത് ചതയ്ക്കുന്ന ഒരു മെഷീനുണ്ട്, അതിൽ വെച്ച് ചതച്ചിട്ട് ഇതിങ്ങനെ ഓരോ ദിവസവും വെള്ളത്തിലിട്ടിട്ട് ഓരോ ദിവസവും ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുത്ത് 3-ാമത്തെ ദിവസമൊക്കെയാണ് ഉപ്പിലിടാനായിട്ട് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഉപ്പിലിട്ട് വെച്ച മുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു 2-3 മുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നാരങ്ങ വട്ടത്തിൽ മുറിച്ച് ഇതിൻ്റെ മേലെ കവർ ചെയ്യുന്ന വിധത്തിൽ വെച്ച് കൊടുക്കണം. ഓരോ ടിന്നിൻ്റെ മേലെയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഇതുപോലെ വട്ടത്തിൽ മുറിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഉപ്പുവെള്ളം കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല ഭംഗിയാണ് ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ഒക്കെ കാണാനായിട്ട്. കണ്ടില്ലേ, നല്ല രസമാണ് ഈ വരാന്തയിൽ നിന്നിട്ടുണ്ടെങ്കിൽ വ്യൂസ് കാണാൻ. അപ്പോൾ ഇനി നെയ്ക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് അതിൻ്റെ ശേഷം കുറച്ച് ഒലിവ് ഓയിലും കൂടെ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കും. ഇത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അടപ്പ് തുറന്ന് നോക്കണം. ഇതിൽ വെള്ളം കുറവുണ്ടെങ്കിൽ, അതായത് ഒലിവുങ്ക ചിലപ്പോൾ വെള്ളം കുടിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പം വെള്ളം കുറഞ്ഞു പോകും. അപ്പോൾ ഒന്നും കൂടെ ആവശ്യത്തിന് ഉപ്പുവെള്ളം ഒഴിച്ചതിന് ശേഷം ഭദ്രമായിട്ട് അടച്ച് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാ ടിന്നിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ 15 കുപ്പിയാണ് ഞങ്ങളിന്ന് ഉപ്പിലിട്ടത്. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് എരിവ് കുറച്ചും എരിവ് കൂട്ടിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഉണങ്ങിയ മുളകുണ്ടെങ്കിൽ കാന്താരി മുളക് ഉണങ്ങിയതും നമ്മൾ ചില കുപ്പികളുടെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത നമ്മൾ ഇത് കണ്ടോ, ഉപ്പിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ കുപ്പിയുടെയും മേലെ, എല്ലാ ടിന്നിൻ്റെയും മേലെ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എൻ്റെ ഊഴമാണ് കുപ്പി അടയ്ക്കുക എന്നുള്ളത്. അപ്പം ഞാൻ എല്ലാ കുപ്പിയും അടച്ച് സെറ്റപ്പ് ആക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ചെറിയ ഹെൽപ്പൊക്കെയാണ് ഇവർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിതൊക്കെ ഹോട്ടലുകളിൽ നിന്നല്ലേ കഴിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതൊന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയത്തുണ്ടാവില്ല. ഒരുപക്ഷെ ചിലർക്ക് അറിയാമായിരിക്കും. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഒത്തിരി എരിവ് ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ഒരു കുപ്പി മുളകിൻ്റെ പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഇതായി ചുമന്ന് കാണാൻ നിങ്ങൾക്ക് മുളകിൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഉപ്പിലിടുന്ന ഒലിവിൻ്റെ വിശേഷങ്ങൾ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.